ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഞാൻ ചെയ്യാറുള്ള വീഡിയോയിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. റംബൂട്ടാൻ്റെ വിളവെടുപ്പും അതേപോലെ തന്നെ റംബൂട്ടാൻ വിളവെടുക്കാനായിട്ട് പോകുന്ന ഒരു വീഡിയോയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വീട്ടിലെ പണികളൊക്കെ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിലൊന്നും ഇന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്കാക്ക് കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 കിലോൻ്റെ ഒരു ഓർഡർ ഉള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. വേറെ പറിക്കാനായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് പണിക്കാർക്ക് പണി കൊടുക്കാനും മാത്രമുള്ള ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിന്ന് പോയാലോ എന്ന് ചോദിച്ചു എന്നോട്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഫോണുമായിട്ട് ഞാനങ്ങ് പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ഇക്കാനെ സഹായിക്കുകയും ചെയ്യാം, പിന്നെ നമുക്കൊരു വീഡിയോയും പിടിക്കാമല്ലോ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ പോയത്. അപ്പോൾ ഇന്ന് റംബൂട്ടാൻ പറിക്കാനായിട്ട് ഞാനും ഇക്കായും കുഞ്ഞും ചെറുക്കനും മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. ഞങ്ങൾ 3 പേരാണ് റംബൂട്ടാൻ പറിക്കാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ വീഡിയോ അങ്ങ് തുടങ്ങിയാലോ. അങ്ങനെ രാവിലത്തെ ചായ കൂടി മൂത്ത മോനെ സ്കൂളിൽ വിടലും എല്ലാം കഴിഞ്ഞ് വീട്ടിലെല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഊണൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ രാവിലെ പോരുന്നത്. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങ് പോന്ന് കഴിഞ്ഞാൽ മാത്രം മതി, ഒരുപാട് ദൂരമൊന്നും പോകാനില്ല, അടുത്ത് തന്നെ ആയതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ പോകുന്നതും. അപ്പോൾ വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് ദൂരമുള്ളൂ കേട്ടോ ഈ ഒരു വീട്ടിലേക്ക്. ഈ വീട്ടിലാണ് ഞങ്ങൾ റംബൂട്ടാൻ പറിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് പറിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരത്തിൽ ഒരുപാട് കായൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടിയായിട്ട് കടന്ന് വന്നതേ സമയത്ത് തന്നെ അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു. ആ വീട്ടിലെ ചേച്ചിയാണ്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോയിൽ പെടുത്തിയെന്നൊന്നും പറഞ്ഞു കണ്ട് കുഴപ്പമൊന്നും വേണ്ടെന്ന് ചോദിച്ചു. പാവം ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ എത്തിയത് വീഡിയോ ഒക്കെ പൗസ് ചെയ്ത് വെച്ചത്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, സമയം നമുക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 10 മണി ആയപ്പോഴാണ് ഞങ്ങൾ വന്നത്. ഉച്ചയ്ക്ക് മുമ്പാണ് ഞങ്ങളോട് ഇത് കൊടുക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നൊരു കടയിലേക്ക് 30 കിലോ റംബൂട്ടാൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പറിക്കാനായിട്ടാണ് കേട്ടോ ഈ വീട്ടിൽ ഞങ്ങൾ വന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ റംബൂട്ടാൻ ചെറുതായിട്ട് കായ്ച്ചു വരുന്ന പച്ച കളറായി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മരം വന്ന് നോക്കിയിട്ട് അതിൽ കായിനനുസരിച്ച് വില പറയും, അതല്ലെങ്കിൽ തൂക്കത്തിനനുസരിച്ച് നമ്മൾ മേടിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അടങ്ങലായിട്ട് മേടിക്കും, അതല്ലെങ്കിൽ തൂക്കത്തിന് മേടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് തൂക്കത്തിനാണ് മേടിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പറിച്ച് കഴിഞ്ഞ് തൂക്കിയും കണ്ട് അതിൻ്റെ കാശങ്ങ് കൊടുത്തിട്ട് നമ്മൾ സാധനമായിട്ട് പോകും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ഞങ്ങൾ വന്നതേ റംബൂട്ടാൻ പറിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ എൻ്റെയും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇങ്ങനെ പോണത്. പിന്നെ ഞാൻ ഇക്കാടെ കൂടെ ആദ്യമായിട്ടും നല്ല ജാതിക്ക പറിക്കാനാണെങ്കിലും കുടംപുളി പറിക്കാനാണെങ്കിലും അങ്ങനെ എല്ലാത്തിനും പോകാറുണ്ട്. പക്ഷേ റംബൂട്ടാനൊക്കെ പറിക്കാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. ഇതിപ്പോൾ ഹോൾസെയിലായിട്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ 50-100 അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒന്നായിട്ട് അങ്ങ് പറിക്കാറാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വരാനോ അങ്ങനെ വീഡിയോ എടുക്കാനുള്ള സൗകര്യമൊന്നും കാണില്ല. കാരണം അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറിക്കാൻ തന്നെ കാണും, പിന്നെ കൂടെ പണിക്കാരും കാണും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയൊന്നും അത്ര നന്നായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാലും ദൂരം കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് അതൊന്നും നമുക്ക് നോക്കണ ജോലിയല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചേ ഉള്ളൂ. പിന്നെ വീട്ടിലെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ തലേ ദിവസം പറിക്കണം എന്ന് വിചാരിച്ച് പിന്നെ വേറൊരു അത്യാവശ്യത്തിന് പോയതുകൊണ്ട് തന്നെ അന്ന് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് തരാമെന്നും പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് തലേന്ന് തന്നെ പറഞ്ഞതുകൊണ്ട് രാവിലെ നേരത്തെ പണികളൊക്കെ ഞാൻ കഴിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് റംബൂട്ടാൻ പറിക്കുന്ന ഒരു മരം അത്യാവശ്യം നല്ല പൊക്കമുള്ള മരമാണ് കേട്ടോ. അപ്പോൾ തോട്ടിക്ക് പറിക്കാമെന്ന് വിചാരിച്ച് തോട്ടിയും കൊണ്ട് വന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് ഏരങ്ങളൊക്കെ വാർക്കപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറേ പറിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വാർക്കപ്പുറത്ത് കയറിയിട്ടാണ് ആദ്യത്തെ ട്രിപ്പ് പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ അതിൻ്റെ പുറത്തൊരു വെറുതെ കഷ്ണങ്ങളും പിന്നെ അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് പഴങ്ങൾ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ മറവിലായിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ക്യാമറ എൻ്റെ ഫോണായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ട്രൈപോഡൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ കുറേ കൈ കൊണ്ടൊക്കെ വെച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ. എത്രത്തോളം ശരിയാവുന്നതെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ നന്നായിട്ട് പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. കാരണം നമുക്കങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിലൊന്നും വലിയൊരു വശമൊന്നും ഇല്ലാത്ത ആളാണ്. പിന്നെ നമുക്ക് സഹായിക്കാനായിട്ട് ട്രൈപോഡോ പിന്നെ സെൽഫി സ്റ്റിക്കോ അങ്ങനെയുള്ള ഒന്നുമില്ല, ഫോൺ മാത്രം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോയൊക്കെ പിടിക്കുന്നത്. പിന്നെ ഈ വീഡിയോ തീരുന്നത് വരെ ഒന്നും ഞാൻ വോയിസ് ഓവർ കൊടുക്കണില്ല കേട്ടോ. പിന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഇതിൻ്റെ ഒരു സൗണ്ടൊക്കെ തന്നെ വെച്ചുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ഉള്ളത് മാത്രം നോക്കിയിട്ട് ബാക്കി ഞാൻ അതേപോലെ തന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അവിടെ ഇതാ ഇന്നത്തെ അത് വേണ്ട.
പാപ്പ കൊണ്ടിരുന്ന കുഴപ്പമൊന്നുമില്ലേ ഇങ്ങോട്ട് കയറി വാ ഇങ്ങോട്ട് കയറി വാ പോട്ടെ വയർ അടുത്ത അത്
ഇട്. കൈ സൈഡെടുത്ത് പറിച്ചേക്കാം. അതൊക്കെ ഞാൻ എടുക്കുമ്പോൾ കുഴപ്പമില്ല. അതായത് ഞാൻ എടുക്കുമ്പോൾ ചെയ്യാവണമെന്ന് പറയുമ്പോൾ ഞാൻ ക്യാമറ നേരെ ഇല്ലാതന്നെ എന്നോട് പോടാ. മറ്റോനെ നോക്കി. എന്താ അയച്ചു
നാശാക്കുന്നു നമ്മൾ നിൽക്കാം പിന്നെ ഞാൻ ഞാൻ അത് കൊണ്ടുണ്ടോ അതെ ഇതുണ്ടോ നല്ല അമ്പഴങ്ങ അവർ ഇതായാലോ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം ഇങ്ങനെ പഴുത്തിപ്പുണ്ട് ഇയാൾക്ക് വേണ്ടി പറിച്ചു തരാം പോലെ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ റംബൂട്ടാൻ പറിക്കലൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് റംബൂട്ടാൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി അതിനനുസരിച്ച് അവർക്ക് കാശൊക്കെ കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ചേച്ചി നമുക്ക് ആയിട്ടൊരു ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചു കൊണ്ടുവന്ന് തന്നു. അപ്പോൾ നമുക്കത് വീട്ടിൽ ചെന്നിട്ട് ജ്യൂസ് അടിക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 2 ചെറിയ കറ്റാർ വാഴയും കൂടെ ഞാൻ അവിടെ നിന്ന് എടുത്തു കേട്ടോ വീട്ടിൽ ചെന്ന് നടാനായിട്ട്. അപ്പോൾ പറിക്കൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ റംബൂട്ടാനായിട്ട് ഞങ്ങൾ നേരെ കടയിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കടയിൽ കൊടുക്കാനായിട്ടും ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ. അവിടെ തന്നെയായിരുന്നു കൊടുക്കാനുള്ളത്, കുറച്ചപ്പുറം മാറിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടും ഇരുമലപ്പടിക്ക് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇരുമലപ്പടിക്കുന്ന കുറച്ച് അങ്ങോട്ട് കയറി പോകണമെന്നേ ഉള്ളൂ, കുറച്ച് ഉള്ളിലേക്ക് കയറി പോകണമെന്നേ ഉള്ളൂ. റംബൂട്ടാൻ പറിക്കുന്നതും ഇരുമലപ്പടി തന്നെയായിരുന്നു. ടൗണിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്കും കയറി വന്നു കേട്ടോ. പിന്നെ നമ്മളിന്ന് കൊണ്ടുപോയി കൊടുത്തത് ടൗണിൽ തന്നെയായിരുന്നു, ഇരുമലപ്പടിക്ക് ടൗണിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇരുമലപ്പടിക്ക് തന്നെയായിരുന്നു. റോഡിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ദൂരമൊന്നുമില്ല, എല്ലാം 10 മിനിറ്റ് കൊണ്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റംബൂട്ടാൻ കടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് മീൻ മേടിക്കണം വൈകുന്നേരം കറി വയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നിട്ടാണ് ഉച്ചക്കത്തെ ചോറൊക്കെ കഴിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇന്നത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് പാലൊക്കെ ഒഴിച്ചങ്ങാണ്ട് ജ്യൂസും അടിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ റംബൂട്ടാൻ കൊടുക്കാനായിട്ട് ഈ കടയിലേക്ക് എത്തി കേട്ടോ. കടയിലാണ് റംബൂട്ടാൻ കൊടുത്തത്. അങ്ങനെ റംബൂട്ടാനൊക്കെ തൂക്കി കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ആ കടയിൽ നിന്ന് 1 കിലോ പ്ലംസും മേടിച്ചു. അതേപോലെ തന്നെ കുറച്ച് മാങ്ങാപ്പഴമൊക്കെ മേടിച്ചു കേട്ടോ. ഇനി നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് പാല് മേടിക്കണം ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസൊക്കെ അടിക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം മീൻ കറി വയ്ക്കാനായിട്ട് കുറച്ച് മീനും കൂടെ മേടിക്കണം കേട്ടോ. 1 കിലോ പ്ലംസ് മേടിക്കാനായിട്ട് കുറച്ച് താമസം വന്നു കേട്ടോ. കാരണം നമ്മളിന്ന് നോക്കിയെടുക്കുമ്പോൾ നല്ല പഴുത്ത് നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോഴാണെങ്കിലും അതിന് നല്ലൊരു മധുരമൊക്കെ കാണും കേട്ടോ. കുറച്ച് പഴുപ്പ് കുറവുള്ളത് കുറച്ച് കട്ടിയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ മധുരം കുറവായിരിക്കും കേട്ടോ. അതിൻ്റെ തൊലി പൊളിച്ച് കളയുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് പൊളിച്ച് കളയാൻ കിട്ടില്ല കേട്ടോ. അങ്ങനെ അതേ ഞങ്ങൾ അവിടെ നിന്ന് കടയിൽ നിന്നൊക്കെ തിരിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് ബാക്കിലാണ് മെയിൻ മാർക്കറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ടൗണിൽ വണ്ടി ഒതുക്കാനുള്ള സ്ഥലം ഇല്ലാത്ത കാരണം കുറച്ചങ്ങോട്ട് കയറ്റി ഇതാക്കി. അപ്പോൾ ആ പാടത്തിൻ്റെ അവിടേക്ക് ചെറിയൊരു വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ. കുറച്ച് ദൂരമായതുകൊണ്ട് തന്നെ ശരിക്കും കാണാൻ പറ്റുന്നില്ല. പാടത്തൊക്കെ നിറച്ച് കൊക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നല്ല രസമുള്ളൊരു പാടമാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ പെടുത്തിയേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ അതേ വീട്ടിൽ വന്നു, വിശന്നാണ് വന്നത്. അപ്പോൾ വന്ന ഉടനെ നേരെ ചോറിലേക്ക് മറിഞ്ഞാടി ചോറൊക്കെ തിന്നു കേട്ടോ. ചോറേറ്റിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ ആയിട്ട് അവിടെ ഞാൻ ചുമ്മാ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3:30-4 മണിക്ക് ആവാറായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് ജ്യൂസ് അടിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിചാരം. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതിലോളൊന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങളും പിന്നെ ഇതുപോലുള്ള വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിലൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ഇനിയും നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.